ഗുജറാത്തിലെ കച്ച് മേഖലയിൽ ലംബയിൽ സ്ഥിതി ചെയ്യുന്ന വാതോർജ നിലയം ദർവാർ ശിലകളിലാണ് യുറേനിയം നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. രാജ്യത്ത് ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പടുത്തുയർത്തുന്ന ഇന്നലെ 10th പ്രിലിംസ് പരീക്ഷ എഴുതിയ കുട്ടികൾ, പ്രത്യേകിച്ച് ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ എഴുതിയ കുട്ടികൾ, അത് മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട എല്ലാവരും ആലോചിച്ച കാര്യമാണ് ഈ പുതിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ റയർ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ അതെങ്ങനെ എഴുതാൻ പറ്റും, എവിടെ നിന്ന് പഠിക്കും? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയാണ് ഈ വീഡിയോ. അപ്പോൾ ആ ഒരു 10th പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള മുഴുവൻ റയർ ക്വസ്റ്റ്യൻ്റെയും സോർട്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഓരോ ചോദ്യം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഇതെങ്ങനെ പഠിക്കാം, എവിടെ നിന്ന് പഠിക്കാം എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാവേ. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരിക്കുന്ന പാത ഏതെന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ഷാഹി പാതയാണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയും, ബംഗാളിലെ സോനാർ താഴ്വര മുതൽ സിന്ധു താഴ്വര വരെ തന്റെ സാമ്രാജ്യം ശക്തിപ്പെടുത്തുന്നതിനും ഒരുമിപ്പിക്കുന്നതിനുമായി ശേഷാസൂരി നിർമ്മിച്ചതാണ് ഷാഹി എന്ന് വെച്ചാൽ രാജകീയ ഷാഹി റോഡ്. കൽക്കത്തയെ പെഷവാറുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. കൃത്യമായിട്ടിവിടെ കാണാം, നമുക്ക് ബംഗാളിലെ സോനാർ താഴ്വര മുതൽ സിന്ധു താഴ്വര ബന്ധിപ്പിക്കുന്നതിനായിട്ട് ശേഷാസൂരി നിർമ്മിച്ചതാണ് ഷാഹി റോഡ് എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ഇത് +2 ലെവലിലാണ്. +2 ലെവലിൽ നിന്ന് നമ്മുടെ ഹിസ്റ്ററിയിലും പറയുന്നുണ്ട്, ജോഗ്രഫിയിലും പറയുന്നുണ്ട് കേട്ടോ. ഗതാഗതം വാർത്താവിനിമയം എന്ന് പറയുന്ന ചാപ്റ്റർ അല്ല കേട്ടോ. ഓക്കെ, ടെക്സ്റ്റിന്റെ ഒക്കെ PDF-നെ കുറിച്ച് ലാസ്റ്റ് പറഞ്ഞുതരാം എവിടെ കിട്ടുമെന്നുള്ളത്. അടുത്ത്, എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏതെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏതെന്നാണ് ചോദ്യം. നമുക്ക് കാണാൻ കഴിയും, എണ്ണക്കിണറുകളിൽ നിന്നും കിട്ടുന്നത് മാലിന്യപൂരിതമായ അസംസ്കൃത എണ്ണയായതിനാൽ അതിനെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാനാകില്ല, അത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയാണുള്ളത്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് ദിഗ്ബോയ്. അത് ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതും അതേ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. മെയിനായിട്ട് +1 +2 ജോഗ്രഫി, +1 +2 പൊളിറ്റിക്കൽ സയൻസ്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ കമ്പോൾ അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് ബറോണി. ബീഹാറിലെ ബറോണിയാണ് കമ്പോൾ അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് ബറോണി. അപ്പൊ ഇനിയും ചോദ്യങ്ങളുടെ കിടപ്പുണ്ടേ. ഇനി അടുത്ത് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന മെയിൻ എക്സാം എന്ന് പറയാൻ പോകുന്നത്. സെപ്റ്റംബർ 19 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പരീക്ഷകൾ നല്ല ടൈറ്റ് ആവുന്നുണ്ട്. അപ്പം നല്ല നിലവാരത്തിൽ നിങ്ങൾക്ക് പഠിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂലൈ 22 മുതൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ബൂസ്റ്റർ ബാച്ചാണ്. എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്ത യൂസ് അല്ലേ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ സമയമുണ്ട്, പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആവും. കുറച്ചൊന്ന് പഠിച്ച് ഒന്ന് റിവിഷനൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടെ യൂസ് ആവുന്നത്. ഇപ്പം റീസെൻ്റ് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കും സഹായകമാകും. ക്ലാസ്സൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. കൂടുതൽ ക്ലാസ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സബ്ജക്റ്റുകൾ, അതായത് ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ മാത്രമേ വേറെ ആൾക്കാർ എടുക്കുന്നുള്ളൂ. ടോട്ടൽ ഫീസ് വരുന്നത് 799 രൂപയാണ്. ഞാൻ ഫസ്റ്റ് കമന്റിൽ കോഴ്സിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങൾ അവിടെ കയറിയാൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? എല്ലാ എക്സാം കഴിഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷൻ കഴിയുന്നവരെ നിങ്ങൾക്ക് ആ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവും കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഏതെങ്കിലും ശിലകളിൽ നിന്നാണ് അല്ലേ? ആണവോർജം ഇന്ന് ഒരു പ്രായോഗിക ഊർജ സ്രോതസ്സായി മാറിയിട്ടുണ്ട്. യുറേനിയവും തോറിയവുമാണ് ആണവോർജ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന ധാതുക്കൾ. ദർവാർ ശിലകളിലാണ് യുറേനിയം നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. എന്ത് ശിലകൾ? ദർവാർ ശിലകൾ. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതെല്ലാം ആ ടെക്സ്റ്റിൽ തന്നെയാണ് വരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത, ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കപ്പോൾ അത് നോക്കാം. യഥാർത്ഥത്തിൽ ഇതിന്റെ രസകരമായ ഒരു നീണ്ട ചരിത്രമുണ്ട്. പൊതുവെ നമ്മൾ കരുതുന്നത് വ്യവസായികളെ പോലെയും വലിയ കച്ചവട സംരംഭകരെ പോലെയുള്ള സ്വകാര്യ നിക്ഷേപകർ ആസൂത്രണം എന്ന ആശയത്തോട് താല്പര്യമില്ലാത്തവരാണെന്നും മൂലധനത്തിന്റെ ഒഴുക്കിനെ രാഷ്ട്രം നിയന്ത്രിക്കാത്ത ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയാണ് അവർ ആഗ്രഹിക്കുന്നതുമെന്നുമാണ്. എന്നാൽ അതല്ല ഇവിടെ സംഭവിച്ചത്. മറിച്ച് വൻ വ്യവസായികളിൽ ഒരു വിഭാഗം
1944 ഒന്നിച്ചു കൂടുകയും രാജ്യത്ത് ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പടുത്തുയർത്തുന്നതിനായി ഒരു സംയുക്ത നിർദ്ദേശം തയ്യാറാക്കുകയും ചെയ്തു. ഇതാണ് ബോംബെ പദ്ധതി എന്നറിയപ്പെടുന്നത്. വ്യാവസായിക മേഖലയിലടക്കം സാമ്പത്തിക നിക്ഷേപങ്ങളിൽ രാഷ്ട്രത്തിന്റെ മുൻകൈ ഉണ്ടാകണമെന്നാണ് ബോംബെ പദ്ധതി ആവശ്യപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വികസന ആസൂത്രണം ഏറ്റവും സ്വീകാര്യമായ മാർഗമായി തീർന്നു. ഓക്കെ, നമുക്ക് നോക്കാം, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരെ ആയിരുന്നു. നമ്മളിപ്പോൾ വായിച്ചേ ഉള്ളൂ, ഇവിടെ മറിച്ചാണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പം അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ തെറ്റായ പ്രസ്താവനയാണ്. വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഓക്കെ, നമ്മളത് കൃത്യമായിട്ട് വായിക്കുന്നുണ്ട് അല്ലേ? വ്യാവസായികവും വ്യാവസായിക മേഖലയടക്കം സാമ്പത്തിക നിക്ഷേപങ്ങളിൽ രാഷ്ട്രത്തിന്റെ മുൻകൈ ഉണ്ടായിരിക്കണമെന്ന്. ഓക്കെ, അപ്പൊ അത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു, അത് തെറ്റാണ്. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി, അത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി എന്നുള്ള പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ കാണാൻ കഴിയും അല്ലേ? ശരി, ഇതവിടെ കിടപ്പുണ്ട്. ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പടുത്തുയർത്തുന്നതിനായിട്ട് ഒരു സംയുക്ത നിർദ്ദേശം തയ്യാറാക്കി എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തെറ്റായ പ്രസ്താവനകൾ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 3. ഓക്കെ, കണ്ടോ, കൃത്യമായിട്ട് ആ ഒരു പോർഷൻ തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ? അടുത്ത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാതിരുന്നതിന് കാരണമെന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാൻ കഴിയും, പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ അപകടപ്പെടുത്തുമോ എന്നായിരുന്നു ആദ്യ വർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠ. ഭാഷാ സംസ്ഥാനങ്ങൾ വിഘടനവാദത്തെ പരിപോഷിപ്പിക്കുമെന്നും അത് പുതുതായി രൂപം കൊണ്ട രാഷ്ട്രത്തിന് മേൽ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ആകുലതകൾ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയും വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ. ഓക്കെ, ശരിയാണ്. രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ, ഈ 2 പോയിന്റ് അല്ലേ അവിടെ നിങ്ങൾ കാണുന്നേ? നോക്കിയേ, രാജ്യത്തിന്റെ ഐക്യം അപകടപ്പെടുമോ, അതുപോലെ വിഘടനവാദത്തെ പരിപോഷിപ്പിക്കുമെന്ന് പേടിച്ചിരുന്നു. ഓക്കെ അല്ലേ കുട്ടികൾ? അപ്പം ആ ചോദ്യവും അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം 2, 3 ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നമ്മൾ ഈ താഴെ കാണുന്ന ക്വസ്റ്റ്യൻ, അതായത് 1953 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭാഷാ പുനഃസംഘടന കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓക്കെ, ഇതിന്റെ മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ. HN കുൻസ്രു ഇതിൽ അംഗമായിരുന്നു. കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 18 സംസ്ഥാനങ്ങൾ തെറ്റാണ്, 14 സംസ്ഥാനങ്ങൾ, 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾ തെറ്റാണ്, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചു. ഓക്കെ, അപ്പൊ അത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമ്മുടെ 1956 നവംബർ 1-ാം തീയതി കേരള സംസ്ഥാന ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ഇതൊക്കെ ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ പൂർണ്ണമായും ഇവിടെ നിന്നാണ് ചോദിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് തൊട്ട് പഠിച്ചോണം നിങ്ങൾ. ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണം, അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഭാഷാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം നൽകി. ആ പ്രക്ഷോഭങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനം എന്ന വിഷയം പഠിക്കുന്നതിനായി 1953 കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ അതിന്റെ റിപ്പോർട്ടിൽ സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ ഭാഷാ അതിർത്തികളിൽ പ്രതിഫലിപ്പിക്കണമെന്ന ആശയത്തെ അംഗീകരിച്ചു. കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പം കറണ്ട് വന്നപ്പോൾ ലൈറ്റ് കണ്ണടിക്കൊണ്ടേക്ക് നേരെ വായിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. അങ്ങനെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിക്കുകയുണ്ടായി. ഓക്കെ, അത് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ കൂടി ഇവിടെ ഈ ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണമാണ് അതിന് കാരണമായി എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയയും കൂടെ പറഞ്ഞു തന്നത് കേട്ടോ, നോക്കിക്കോണേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരെന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരെന്നാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല, ഞാൻ സൂം ചെയ്ത് വായിച്ചു തരാം കേട്ടോ. സൂം ചെയ്യാം നമുക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഭൂപരിധി നിശ്ചയിക്കൽ, ഭക്ഷ്യധാന്യങ്ങളുടെ വ്യാപാരം, രാഷ്ട്രം ഏറ്റെടുക്കൽ, സഹകരണ അടിസ്ഥാനത്തിലുള്ള കൃഷിരീതി എന്നിവ ആഹ്വാനം ചെയ്ത കോൺഗ്രസിന്റെ നാഗ്പൂർ പ്രമേയത്തിന് ശേഷം
ഓക്കെ, 1959 ഓഗസ്റ്റിൽ സ്വതന്ത്ര പാർട്ടി രൂപീകൃതമായി. 59 ഓഗസ്റ്റിൽ സ്വതന്ത്ര പാർട്ടി രൂപീകൃതമായി. പഴയകാല കോൺഗ്രസ് നേതാക്കളായിരുന്ന സി രാജഗോപാലാചാരി, കെ എം മുൻഷി, NG രംഗ, മീനു മസാനി എന്നിവരായിരുന്നു പാർട്ടിയെ നയിച്ചത്. മറ്റു പാർട്ടികളിൽ നിന്നും സാമ്പത്തിക വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ വളരെ കുറഞ്ഞ ഇടപെടലുകൾ മാത്രമേ ഭരണകൂടം നടത്താവൂ എന്ന് പാർട്ടി ആഗ്രഹിച്ചു. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് പാർട്ടി വിശ്വസിച്ചു. സമ്പദ് വ്യവസ്ഥയിൽ രാഷ്ട്രം ഇടപെടുന്ന വികസന തന്ത്രം, കേന്ദ്രീകൃത ആസൂത്രണം, ദേശസാൽക്കരണം, പൊതുമേഖല എന്നിവയെ പാർട്ടി വിമർശിച്ചു. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന കേന്ദ്രീകൃത ആസൂത്രണത്തെ വിമർശിച്ച ആ ഒരു പോയിന്റ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ അത് സ്വതന്ത്ര പാർട്ടിയാണ്. അപ്പൊ സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് സി രാജഗോപാലാചാരി. അപ്പൊ നമുക്ക് ഉത്തരം എടുക്കാൻ പറ്റും. ആരാണത്? സി രാജഗോപാലാചാരിയാണ് ആൻസർ അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ 1952 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ, തെറ്റായ പ്രസ്താവന ഏതാണ്? ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് SCERT 10 താഴോട്ടുള്ള ചാപ്റ്ററുകളും പറയുന്നുണ്ട്, പ്ലസ് 1 പ്ലസ് 2 ചാപ്റ്ററുകളും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അതിൽ നമുക്ക് നോക്കാം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ളത് ശരിയാണ്. തെരഞ്ഞെടുപ്പിൽ CPI 16 സീറ്റുകൾ കരസ്ഥമാക്കി എന്നുള്ളതും ശരിയാണ്. ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു, അത് ശരിയാണ്. 18 വയസ്സിന് താഴെ പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് തെറ്റല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും 16 സീറ്റുകൾ മാത്രമാണ് CPI നേടിയെന്നും പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എത്ര സീറ്റ് നേടി എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം അതുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ ഇത്തിരി എളുപ്പമുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. കുറച്ച് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും കേട്ടോ. അടുത്ത്, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? ഇതൊരു ബേസ് ചോദ്യമാണ്, റിപ്പീറ്റഡ് ചോദ്യമാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഈ ഭാഗത്തുണ്ട്. ആഭ്യന്തര സ്വയംഭരണം ലഭിക്കുമെന്ന ഉറപ്പിന്മേൽ മണിപ്പൂർ മഹാരാജാവായിരുന്ന ബോധചന്ദ്ര സിംഗ് സ്വാതന്ത്ര്യലബ്ധിക്ക് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ലേനക്കരാൽ ഒപ്പുവെച്ചു. പൊതുജന അഭിപ്രായത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മഹാരാജാവ് 1948 ജൂണിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയും മണിപ്പൂരിൽ ഭരണഘടനാ നിയന്ത്രിത രാജവാഴ്ച നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യ പ്രദേശം ഏതായി മാറി? മണിപ്പൂരായി മാറി. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. ഈ ഒരു ആദ്യം പറഞ്ഞ പോയിന്റുകളൊക്കെ, അതായത് 48 ജൂണ്, ബോധചന്ദ്ര സിംഗ്, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റുകളാണ് കേട്ടോ. ഓക്കെ, അടുത്ത്, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നാണ്. ഓക്കെ, അതിന്റെ ആൻസർ റാഫി അഹമ്മദ് കിദ്വായി ആണ്. അപ്പൊ ഇതും അതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ആ ടെക്സ്റ്റിൽ ഇതുപോലെ പ്രൊഫൈൽ ബോക്സുകളുണ്ട്. അവിടെ നമുക്ക് നോക്കാം. റാഫി അഹമ്മദ് കിദ്വായി, ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ്, 1937-ലും 47-ലും ഉത്തർപ്രദേശ് മന്ത്രി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. ഓക്കെ, 1952-54 കാലഘട്ടത്തിൽ ഭക്ഷ്യ കൃഷി മന്ത്രി. ഓക്കെ, കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആയിരുന്നാണ്. അത് റാഫി അഹമ്മദ് കിദ്വായി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയേ. രാജ്കുമാരി അമൃത് കൗർ, മൗലാന അബുൽ കലാം ആസാദ്, ജഗ്ജീവൻ റാം. ഓക്കെ, അപ്പൊ അവരെ കുറിച്ചുള്ള പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. രാജ്കുമാർ അമൃത് കൗർ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും, കപൂർത്തല രാജകുടുംബാംഗം, അമ്മയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചു, ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ മന്ത്രി, 1957 വരെ ആരോഗ്യ മന്ത്രിയായി തുടർന്നു. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആരോഗ്യ മന്ത്രിയാണ് ആര്? രാജ്കുമാരി അമൃത് കൗർ. മൗലാന അബുൽ കലാം ആസാദ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. കാരണം ഇഷ്ടംപോലെ ചോദ്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. അബുൽ കലാം മൊഹീദ്ദീൻ അഹമ്മദ് എന്നതാണ് യഥാർത്ഥ പേര്. ഇസ്ലാം മത പണ്ഡിതൻ, സ്വാതന്ത്ര്യ സമര സേനാനി, കോൺഗ്രസ് നേതാവ്, ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ വക്താവ്, വിഭജനത്തിന് എതിരായിരുന്നു, ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആസാദ്, നമുക്കറിയാം. അടുത്ത്, ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാം ബീഹാറിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവും ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആയിരുന്നു 77-79 കാലഘട്ടത്തിൽ. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം, 52 മുതൽ മരണം വരെ പാർലമെന്റ് അംഗം, ആദ്യ മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രി,
ആദ്യ മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രിയായിരുന്നു ആര് കുട്ടികളെ ജഗ്ജീവൻ റാം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ബോക്സുകൾ, പ്രൊഫൈൽ ബോക്സിലാണ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചാപ്റ്ററിൽ. ഓക്കെ, അടുത്ത ഇന്ത്യയിലെ വാതോർജ നിലയം. പലരും വിചാരിച്ചു ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന്. വാതോർജം മീൻസ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തെയാണ്, അല്ലെങ്കിൽ ഊർജ നിലയത്തെയാണ് വാതോർജ നിലയം എന്ന് പറയുന്നത്. ഓക്കെ, ഗുജറാത്തിലെ കച്ച് മേഖലയിൽ ലംബയിൽ സ്ഥിതി ചെയ്യുന്ന വാതോർജ നിലയം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതാണ്. ഗുജറാത്ത് കച്ച് മേഖലയിൽ ലംബയിൽ സ്ഥിതി ചെയ്യുന്ന വാതോർജ നിലയം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതാണ്. മറ്റൊരു വാതോർജ നിലയം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ലംബ. ക്വസ്റ്റ്യൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, ചോദ്യം തന്നെയാണ് കേട്ടോ, ചോദ്യമായി വന്നത് തന്നെയാണ്. അടുത്ത പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഇത് ആ ഒരു ടെക്സ്റ്റില് ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ കുറിച്ച് പറയുന്ന മേഖലയാണ്. പ്രസിദ്ധമായ പൂക്കളുടെ താഴ്വര ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളും ഈ ഹിമാലയ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ പേരിലും അറിയപ്പെടുന്നു. അപ്പൊ പഞ്ചപ്രയാഗ്, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഓക്കെ, അടുത്ത ഹിമാലയത്തിലെ ലവണജല തടാകം ഏതെന്നാണ് ചോദ്യം. നമുക്കിവിടെ കാണാൻ കഴിയും ദാൽ, വൂളാർ എന്നീ ശുദ്ധജല തടാകങ്ങളും പാങ്കോങ് സോ മൊരിരി എന്നീ ലവണജല തടാകങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. അപ്പൊ നമുക്ക് ദാല് വൂളാർ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ കഴിയും. ലോണാർ നമുക്കറിയാം മഹാരാഷ്ട്രയിലെ ഉൽക്കാപതനത്തെ തുടർന്ന് രൂപം കൊണ്ട തടാകമാണ് ലോണാർ തടാകം. മഹാരാഷ്ട്രയിലെ ഉൽക്കാപതനത്തെ തുടർന്ന് രൂപം കൊണ്ട തടാകമാണ് ലോണാർ തടാകം. അപ്പൊ ആദ്യം നമുക്ക് ആൻസറിലേക്ക് എടുക്കാൻ പറ്റും രാഗാസ് അല്ലേ. അടുത്ത് ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ് എന്നാണ് ചോദ്യം. ചലം നദി വക്രവലയം മീൻസ് മിയാൻഡറുകൾ. എന്താ കുട്ടികളെ? മിയാൻഡറുകൾ. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗൂഗിളൊക്കെ നോക്കുകയാണെങ്കിൽ വൂളാറാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഓക്സ്ബോ തടാകം എന്ന രീതിയിലാണ് വൂളാർ കൊടുത്തിട്ടുള്ളത്. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. വളരെ കാലങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന വിശാലമായ തടാകത്തിന്റെ ഭാഗമായ ഇന്നത്തെ ദാൽ തടാകം പ്രാദേശിക അടിസ്ഥാന നിരപ്പായി പ്രവർത്തിക്കുന്നത് കാരണമാണ് കാശ്മീർ താഴ്വരയിൽ ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നത്. അതായത് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി ഭവിച്ച തടാകം. അതിവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായ ടെക്സ്റ്റിൽ. ഏതാണ് അത്? ചലം നദി രൂപപ്പെടാൻ കാരണം ദാൽ തടാകമാണ്. ഏതാ കുട്ടികളെ? ദാൽ തടാകം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ വീഡിയോ ചെയ്തപ്പോൾ വൂളാറാണ് പറയുന്നതെന്ന് തോന്നുന്നത് കേട്ടോ. വൂളാറാണ് പറയുന്നതെന്ന് തോന്നല്. ഓക്കെ, വൂളാറാണെങ്കിൽ തിരുത്തി പഠിക്കുക. ഈ വീഡിയോ അല്ല, ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ. ഓക്കെ, അടുത്ത് കരേവാസ് അവസാദ നിക്ഷേപങ്ങൾ. കരേവാസ് സത്യം പറഞ്ഞാൽ 9ാം ക്ലാസ് SCRT ഉണ്ട് കരേവാസിനെ കുറിച്ച്. കരേവാസ് എന്ന പേരോടെ പറയുന്നത് ആ ഒരു 9ാം ക്ലാസ് SCRT തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് പറയുന്നുണ്ട്. അതാണ് ഞാൻ എടുത്തു വെച്ചത്. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും ചേർന്ന വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണ് എന്ന് പറയുന്നത് കരേവ. ഓക്കെ, അപ്പം ഹിമാനികൾ കാരണമാണ് കരേവാസ് നിക്ഷേപണം എന്ന്, അല്ലെങ്കിൽ കരേവാസ് അവസാന നിക്ഷേപണം എന്ന് 9ാം ക്ലാസ് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണ് ഏത് കുട്ടികളെ? കരേവ. ഓക്കെ, അടുത്ത ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദ്യം. അത് നമാമി ഗംഗയാണ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നമാമി ഗംഗ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ നമാമി ഗംഗയെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, നദികളുടെ പുനർജീവനം എന്നീ ഇരട്ട ഉദ്ദേശങ്ങളോടെ പതാകവാഹക പദ്ധതിയായ 2014 ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ എന്ന് പറയുന്നുണ്ട്. നമാമി ഗംഗ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ, നദീമുഖ വികസനം, നദീ ഉപരിതല ശുചീകരണം, ജൈവ വൈവിധ്യം, വനവൽക്കരണം, പൊതുജന ബോധവൽക്കരണം, വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം, ഗംഗാഗ്രാമം, ഇതൊക്കെയാണ്. ഓക്കെ, ഞാനത് പെട്ടെന്ന് വായിച്ചു പോയത്. ഞാൻ ഇതിന്റെയൊക്കെ ഞാൻ എടുത്ത കട്ടിങ്സ് എല്ലാം ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടിരിക്കാം. ഇനി ഈ ടെക്സ്റ്റിന്റെ PDF ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും.
നമ്മുടെ ആപ്ലിക്കേഷനിൽ ഫ്രീ മെറ്റീരിയലിൽ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും. ഓക്കെ അല്ലേ കേട്ടോ? അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യുക, ആവശ്യമുള്ള പോലെ നിങ്ങൾക്ക് പഠിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? ശരി, നമുക്കിപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബായ്. പിന്നെ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ ഉണ്ട്, അതായത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്ന്. ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടതും പിന്നെ നമ്മുടെ പോളിനേഷനുമായി ബന്ധപ്പെട്ടതൊക്കെ റെയർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ സീ യു സൂൺ.